ഹായ് ഫ്രണ്ട്സ്. ബിഗ് ബോസ് സീസൺ 7 ടൈറ്റിൽ വിന്നറായിട്ടുള്ള അനുമോളെയും അതുപോലെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ള അനീഷിനെയും സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടുള്ള ഷാനവാസിനെയും ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ നമുക്ക് അവരുടെ വിശേഷം എന്താണെന്ന് നോക്കാം. അനുമോള് ഭയങ്കരമായിട്ട് അബിയുടെ വീട്ടിൽ പോയി ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. അതെന്തിനാണ്? അതുപോലെ തന്നെ അനീഷിന് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്? ഷാനവാസിന് എന്തുകൊണ്ട് അവസരങ്ങളില്ല, ഇനോഗ്രേഷൻസ് ഇല്ല? അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കഷൻ നടത്തണം. അതിനു മുന്നേ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അനീഷിനെ തുടങ്ങാം കേട്ടോ. നമുക്ക് അനീഷിന് ഭയങ്കരമായിട്ട് സന്തോഷകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അനീഷ് ഒരു ലോങ് വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അറിയിക്കാൻ തന്നെയാണ് കേട്ടോ. ആൾക്ക് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. കുറേ നാളായിട്ട് ആള് ഭയങ്കരമായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ്. പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്ത് നമ്മളെ കാണിക്കാൻ വേണ്ടി ആൾക്ക് പറ്റിയിരുന്നില്ല. പ്ലേ ബട്ടൺ കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആളിൻ്റെ പാടത്തിൻ്റെ അരികത്ത് വന്ന് നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഞാനിത് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹിച്ച ആ കാലഘട്ടത്തിലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ട് ഞാൻ അയവിറക്കിയിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും ഈ യൂട്യൂബ് തന്നിട്ടില്ല. ഇപ്പം എനിക്ക് നേരമില്ലാത്ത സമയത്ത് പ്ലേ ബട്ടൺ കിട്ടി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി എൻ്റെ കൃഷിസ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങളെ ഞാൻ പറഞ്ഞ് കേൾപ്പിച്ച് തരാം. കുറേ വീഡിയോസ് ഞാൻ ഇടും. അതൊക്കെ നിങ്ങൾ എല്ലാവരും കാണണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയൊരു മുതൽ തന്നെയാണിത്. അതുകൊണ്ട് എനിക്ക് സന്തോഷം അടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ അനീഷിൻ്റെ വീഡിയോ, ലോങ് വീഡിയോ ആദ്യമായിട്ട് ഇടുകയാണ്. പ്ലേ ബട്ടൺ കിട്ടിയ സന്തോഷത്തിലാണ്. ഞാൻ സിസ്റ്റർ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് മുറിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ച് പ്ലേ ബട്ടനൊക്കെ നമ്മളങ്ങനെ കാണിച്ചു തരുന്നുണ്ട് യൂട്യൂബിൻ്റെ. അത്ര സന്തോഷിച്ചിട്ട് കൊണ്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഷാനവാസിൻ്റെ കാര്യം പറയാം. അവസാനം നമുക്ക് അനുമോളുടെ കാര്യം പറയാം കേട്ടോ. ഓക്കെ, ഷാനവാസ് പറയുന്നത്, ഷാനവാസിന്റെ ഫാൻസ് മീറ്റ് ഉണ്ടായിരുന്നല്ലോ അല്ലെ. അതില് ഒരാൾ ഒരു കമന്റ് ഇട്ടിരുന്നു, എന്തുകൊണ്ട് ചങ്ക സഹോദരിമാരെ വിളിച്ചില്ല എന്ന് പറയുന്നത് ആരാണ്? ആദില ആൻഡ് നൂറയാണ് കേട്ടാ. ഇവരെയാണ്. എന്നിട്ട് പറയുന്നത് ഇതിനെയാണ് ഷാനവാസിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പിന്റെ രാജകുമാരനാണ് ഷാനവാസ് എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ഇരട്ടത്താപ്പിനെ രാജകുമാരൻ എന്ന് വിളിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ടാവും. പുറത്തു വന്നപ്പോഴാണ് ഈ സഹോദരിമാരുടെ, സഹോദരിമാരുടെ ബാക്ക് സ്റ്റാബ് മനസ്സിലായിട്ടുണ്ടാവുക അല്ലെ. അതിനുള്ളിൽ വെച്ച് ആർക്കും ഒന്നും തന്നെ തിരിച്ചറിയില്ല. അതുകൊണ്ട് തന്നെ അവർ വിളിച്ചിട്ടുണ്ടാവില്ല. ഷാനവാസിന് മനസ്സിലായിട്ടുണ്ടാവും, കുടുംബക്കാർ പറഞ്ഞിട്ടുണ്ടാവും. ഇനി പിന്നെ പറയുന്നത് ആ ഷാനവാസിനും അക്ബറിനും ഒരുപാട് ഇനോഗ്രേഷൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഷാനവാസ് ചെയ്യാണ്ടാണ് കേട്ടോ. ഇനോഗ്രേഷൻസ് കുറെ കിട്ടുന്നുണ്ട്. ഷാനവാസ് ഇനോഗ്രേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഷാനവാസിന്റെ ഡ്രീംസിന്റെ പുറകിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റയിൽ പോലും ആൾ ആക്റ്റീവ് അല്ല. കാരണം എന്ന് വെച്ചാൽ ഡ്രീംസിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഇനോഗ്രേഷൻസ് അല്ല താല്പര്യം. ആൾക്ക് ബിഗ് സ്ക്രീനിൽ ഫേസ് ഒന്ന് കാണിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്ലാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ യാതുല നൂറയെ വിളിച്ചില്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്തിനാണ്? ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ വിളിക്കുള്ളൂ. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും ഇല്ലേ. അപ്പൊ ഒരു വട്ടം ഷാനവാസ് വീണതാണ്, വീണ്ടും 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 ചൂടുവെള്ളത്തിൽ വീണാൽ നിൽക്കണോ? വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെയായിരിക്കും ഷാനവാസ് അവരെ വിളിക്കാഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നതാണ്. ഷാനവാസ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഷാനവാസ് നല്ലൊരു മനുഷ്യനാണ്, അങ്ങനെയൊന്നും പറയാൻ നിൽക്കില്ല. അടുത്ത അനുമോളെ കാര്യം പറയാം കേട്ടോ. അനുമോൾക്ക് കൊട്ടിയത്ത് ഒരു ഇനോഗ്രേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ പോയത് വീട്ടിലെല്ലാവരെയും കൊണ്ടിട്ടാണ് അനുമോൾ പോയത്. ചേച്ചീൻ്റെ, അമ്മേൻ്റെ, ചേച്ചിയുടെ കുട്ടീൻ്റെ, അച്ഛൻ്റെ, അനുമോളുണ്ട് ഒക്കെ പോയത്. അപ്പൊ കൊട്ടിയത്ത് തന്നെയാണല്ലോ നമ്മുടെ ആരുടെ, അഭിലാഷിന്റെ വീട് അല്ലേ. സീസൺ 7 ഒരു മത്സരാർത്ഥിയായിരുന്നു അഭിലാഷ്. അഭിലാഷിന്റെ വീടും കൊട്ടിയത്ത് തന്നെയാണ്. അപ്പൊ അഭിലാഷിന്റെ വീട്ടിലേക്ക് പോകണം എന്ന് വിചാരിച്ചവർ പോയി. അപ്പൊ അഭിലാഷിന്റെ വൈഫിനെ വിളിച്ചു പറഞ്ഞിരുന്നു, ഞങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഭാര്യ മാത്രമേ അറിയുള്ളായിരുന്നു കേട്ടോ, അഭിലാഷിന് അറിയില്ല. അപ്പൊ അബിയോട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർപ്രൈസ് ആയിട്ട് വെക്കാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അബി രാവിലെ തന്നെ എണീറ്റപ്പോൾ പറഞ്ഞു അത്രേ, ഓ കുട്ടിയും വരെ വന്നിട്ട് അനു നമ്മളെ വിളിച്ചില്ല അല്ലേ എന്ന് ഭാര്യയോട് പറഞ്ഞു. പക്ഷെ ഭാര്യ എന്ത് ചെയ്തില്ല, ഇത് സർപ്രൈസ് പൊളിച്ചില്ല. അങ്ങനെ ഇവരെല്ലാരും കൂടി വന്ന് കാറിൽ വന്ന് കയറി. അപ്പൊ അബി റൂമിലാണ് കിടക്കുന്നത്. റൂമിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോഴാണ് അബിനെ കണ്ടത്. അയ്യോ, അപ്പൊ അബി വേഗം കെട്ടിപ്പിടിച്ച് അങ്ങനെ അവർ കുശലൊക്കെ പറഞ്ഞു നടന്നു. അങ്ങനെ കുറച്ച് ചായ ഒന്നൊക്കെ കുടിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. അപ്പൊ അനുമോളാണ് വിളമ്പുന്നത്. അപ്പൊ ഭക്ഷണം അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന അനുമോള്. അപ്പൊ ഇത് കണ്ടപ്പോൾ
അവിടെ നിൽക്കുന്ന അവരുടെ ബന്ധുമിത്രാദികളൊക്കെ കുറേ വന്നിട്ടുണ്ട്. അത് വെക്കേഷൻ കാരണം വന്നതാന്നാ പറയുന്നേ. സർപ്രൈസ് പൊളിച്ച് വന്നതല്ല എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് നടന്നതെന്ന് അറിയില്ല. ഇത്രയധികം ആൾക്കാരൊക്കെ അവിടെ വന്ന് നിൽക്കണമെങ്കിൽ വേണമെങ്കിൽ വെക്കേഷൻ കാരണമായിരിക്കുമല്ലോ, നമുക്കതറിയില്ല. അപ്പോൾ അവരൊക്കെ കൂടി പറയുന്നുണ്ട് അനുമോളടുത്ത്, എന്താ ഇതെന്താ ബിഗ് ബോസ് അല്ല അനുമോളെ, ഇത്ര അധികം വിളമ്പിക്കോളൂ, കുറച്ച് കുറച്ച് വിളമ്പണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ അനുമോൾക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. കാരണം ബിഗ് ബോസിലെ ആ രംഗങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അനുഭവിച്ചവർക്കല്ലേ അറിയുള്ളൂ. അപ്പം അനുമോള് ദേഷ്യത്തിൽ മുഖം കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവരെ നോക്കിക്കൊണ്ട് അനുമോള് അത് മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇവർ വീണ്ടും വീണ്ടും ചിരിച്ചുകൊണ്ടാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷെ അനുമോൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അനുമോൾ അത് ദേഷ്യത്തിൽ തന്നെയാണ് ബിഗ് ബോസിൽ വിളമ്പുന്ന പോലെ തന്നെ കുറേശ്ശെ ഇങ്ങനെ വിളമ്പിട്ടോ. അപ്പം അനുമോൾ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബിയുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവരൊന്ന് കാണാൻ സർപ്രൈസ് കൊടുക്കാനും കൂടി വന്നതാണ് കേട്ടോ. പിന്നെ ഛർദിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നില്ല അനുമോള്. അപ്പോൾ പറയുന്നുണ്ട്, ഭാര്യ പറയുന്നുണ്ട്, ആ ഛർദിയൊക്കെ ഉണ്ട്, ഇപ്പോൾ കുറച്ച് നിന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവസാനം അനുമോള് പറയുന്നുണ്ട്, നെവിൻ എന്നെ വിളിച്ച് എപ്പോഴും ഇപ്പോഴും പറയാറുണ്ട്, വല്ല ഉദ്ഘാടനത്തിന് വരുവാൻ വേണ്ടിയിട്ട് എന്നെയും കൂടി വിളിക്കണേ എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നവരടുത്തൊക്കെ ഞാൻ പറയും, പേര് നെവിൻ്റെ പേരൊക്കെ പറഞ്ഞാലും അവർ തന്നെ എൻ്റെ അടുത്ത് പറയും, ഒരാൾ മതി, എല്ലാവരും ഒന്നും വരണ്ട എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ നെവിനെ വിളിക്കാത്തത്, അല്ലെങ്കിൽ അവരൊക്കെ കൊണ്ട് പോയേനേന്ന് പറയുന്നുണ്ട് കേട്ടോ. മറ്റത് ഷിയാസിനെയും കൂട്ടിയല്ലേ പോവാറ്. അപ്പോൾ ഷിയാസിനെ വിളിക്കാറുണ്ടാവായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഷിയാസ് പ്രൊട്ടക്ഷന് വേണ്ടി പോകാറുള്ളത്. ഇപ്പൊ നെവിൻ അങ്ങനെ വരണം എന്ന് നെവിൻ പറയുന്നുണ്ട് പോലും. പക്ഷെ ഇവര് അവിടെ ചെന്ന് കയറുന്നവർ പറയുന്നുണ്ട്, ആകെ ഒരാൾ വന്നാൽ മതി, അനുമോള് മാത്രം വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് ക്യാഷിന്റെ പ്രോബ്ലം ആയിരിക്കും, രണ്ടുപേർക്ക് കൊടുക്കാനുള്ള ക്യാഷ് അവിടെ ഇല്ലായിരിക്കും. അനുമോൾക്ക് തന്നെ എമൗണ്ട് വേണമല്ലോ, ഇപ്പൊ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആണല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എമൗണ്ട് അനുമോൾക്ക് പേ ചെയ്താൽ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ രണ്ടുപേരും കൂടി വിളിക്കുമ്പോൾ അവർക്ക് അത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പൊ തന്നെ അബി പിന്നെ ഭയങ്കര ഡാൻസിലൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആളാണല്ലോ. അപ്പൊ അബിയും ഭാര്യയും കൂടി ഒരുപാട് ഡാൻസ് ഒക്കെ ചെയ്ത് റീൽസ് ഒക്കെ ചെയ്യാറുള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാവരും പറയുന്നത്, ഇനി അബിയുടെയും ഭാര്യയുടെയും കൂടി നമ്മളൊരു ഡാൻസ് ചെയ്യാൻ അനുമോളെ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അനുമോള് പറയും, ഏയ് നോ 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 നോ, ഞാൻ ഡാൻസ് ചെയ്യില്ല, ഞാനേ ഡാൻസ് കളിക്കാത്തവരൊപ്പം കളിക്കുള്ളൂ, അല്ലാതെ ഇത്രയും നന്നായി ഡാൻസ് കളിക്കുന്നവരൊപ്പം ഒന്നും എനിക്ക് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷമായി കാറിലൊക്കെ കയറി. ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ട് അനുമോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ബ്ലാക്ക് ഉടുപ്പൊക്കെ ഇട്ടിട്ട്. അങ്ങനെ അവർ സന്തോഷമായിട്ട് അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഭക്ഷണവും ചായയും എല്ലാം കുടിച്ച് കഴിഞ്ഞ് പോവുകയാണ് ഉണ്ടായത്. ശരിക്കും അനുമോളുടെ അമ്മ ഭയങ്കര ക്യൂട്ടാണ്. അച്ഛനെ കാണേക്കാളും കൂടുതൽ കൂടുതൽ ക്യൂട്ട് അമ്മയാണ്. ഒരു പാവം സ്ത്രീയാണ്, നമ്മുടെ മുഖത്ത് തന്നെ ഉണ്ട്. അത്രയും പാവം പിടിച്ചൊരു സ്ത്രീയാണ്. അപ്പം അങ്ങനെ ഒരു 4 പേരും കൂടി കയറി കാറിലൊക്കെ കയറി അവരവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. സന്തോഷമായിട്ട് തന്നെയാണ് അവിടെ നിന്ന് പിരിയുന്നത്. അപ്പോൾ ഒനിയലിൻ്റെ വീട്ടിൽ പോയിട്ട് ഉള്ള ഇതും നമ്മൾ കണ്ടിരുന്നു അല്ലേ, അനുമോള്. അപ്പം അനുമോൾ എല്ലാവരും വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ, അത് കൊട്ടിയത്ത് വന്ന് കയറുമ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ അനുമോൾ പോകുന്നുണ്ട്. അങ്ങനെ ഗമ പിടിച്ച് നടക്കുകയും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഓ, ഞാൻ ടൈറ്റിൽ വിന്നറാണ്, ഇനി ഇവരൊക്കെ വീട്ടിൽ പോയാൽ എനിക്കെന്തിനാ എന്നുള്ള ലെവലിലൊന്നും അനുമോൾ ചെയ്യുന്നില്ല. അനുമോൾ ഭക്ഷണവും ഒക്കെ എല്ലാവരും വീട്ടിൽ പോയിട്ടും ഭക്ഷണം കഴിക്കലും അങ്ങനെ ഒരു ചമ്മലോ ഷെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്കില്ല കേട്ടോ. അപ്പം അനുമോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ അനുമോൾ വരുന്നത് തന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ് അവർ ആ ഇതെടുക്കുന്നത്. ഭാര്യ അഭിലാഷിന്റെ ഭാര്യ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അഭിലാഷ് ചോദിക്കുന്നത്, നീ എന്താ രാവിലെ തന്നെ വീഡിയോ എടുത്ത് നടക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ആ അതെ അനുമോള് വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ കേട്ടോ, അതുകൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് ചോദിക്കുന്നത്, നീ എന്താ രാവിലെ, ഞാൻ ഡേ മൈ ലൈഫ് എടുക്കുകയാണ്, നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതല്ലാന്ന് നമുക്കറിയാം, അവര് സർപ്രൈസ് ആക്കി വെച്ചുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും അഭിലാഷിന് അറിയില്ല കേട്ടോ. കുടുംബാംഗങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. എനിക്കത് തോന്നുന്നത് കുടുംബാംഗങ്ങൾക്ക് അറിയാമെന്നാണ്. കാരണം നല്ല ഫുഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫുഡും ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണമെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് അറിയണ്ടേ, അതുകൊണ്ടായിരിക്കും. പക്ഷെ അഭിലാഷിന് അറിയില്ല. അഭിലാഷിന് ഏതായാലും സീക്രട്ട് ആക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, നല്ല രസമായിരിക്കില്ല, നല്ല വൈബായിരിക്കില്ല, നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വൈഫ് പറയുന്നുണ്ട്, ഇല്ല അവരൊക്കെ വെക്കേഷനായിട്ട് വന്നതാണ്, അവരിപ്പോൾ എപ്പോൾ പോകും, വെക്കേഷൻ കഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകും, അല്ലാതെ ഈ വീട്ടിൽ അത്ര ആൾക്കാരൊന്നും ഇല്ല എന്ന് അഭിലാഷിന്റെ വൈഫും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 3 പേരുടെ വിശേഷം അറിയാൻ കുറേ പേര് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയെന്നറിയാം, അതുകൊണ്ട് ഇട്ടതാണ്.